ഒടുവിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നും ഒരു വിജയം നേടി. തുടർച്ചയായ മത്സരങ്ങളും യാത്രകളുമൊക്കെ താരങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ കുറച്ച് കഷ്ടപ്പെടുത്തിയെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ എഫ്സിക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഒരു മികച്ച വിജയം തന്നെ നേടിയെന്ന് പറയാം. മത്സരം കാണാൻ ആരാധകർ ഇപ്പോൾ അധികം ഇല്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികവ് ഓരോ ദിവസവും അല്ലെങ്കിൽ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന പുതിയ കോച്ചിന് കീഴിൽ ഓരോ മത്സരത്തിലും മികച്ചതായി തന്നെ വരികയാണ്. മലയാളികളായ നിഹാൽ സുധീഷും വിപിൻ മോഹനും നേടിയ 2 ഗോളുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒരു മികച്ച വിജയം തന്നെ നേടിയെന്ന് നമുക്ക് പറയാം. ഇതിനെല്ലാം പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിന് കീഴിൽ ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിൽ അവസാനത്തെ 3 എണ്ണത്തിലും തോറ്റിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ബാംഗ്ലൂർ എഫ്സിക്കെതിരെ ഒരു വിജയവും നോർത്ത് ഈസ്റ്റിനെതിരെ ഒരു സമനിലയും ഇപ്പോൾ ഇതാ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ മറ്റൊരു വിജയവും കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാനായി. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ആദ്യ ഗോളിന് വഴിയൊരുക്കിയ കരീം ബനാരിഫിന് തൊട്ടു പിന്നാലെ പരിക്കേറ്റ് മടങ്ങേണ്ടി വന്നെങ്കിലും പിന്നീട് വന്ന അദ്ദേഹത്തിന് പകരക്കാരനായി വന്ന വിപിൻ മോഹനൻ ഒരു ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു സന്തോഷം നൽകുന്നു. എന്നാൽ പിന്നീട് ഡാനിഷ് ഫാറൂഖും ഒരു പരിക്കോടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം അവസാനിപ്പിക്കാൻ കഴിയാതെ പിടിവാങ്ങിയപ്പോൾ അതും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു അല്പം നെഞ്ചിരിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും അടുത്ത മത്സരങ്ങളിലും വിജയങ്ങൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിന് പഴയതുപോലെ തന്നെ ആരാധക പിന്തുണ വീണ്ടെടുക്കാനും വിജയങ്ങളോടെ തന്നെ ഐഎസ്എല്ലിന്റെ പോയിന്റ് ടേബിളിൽ മികച്ച മുന്നേറ്റത്തിൽ നേടാനും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്ക് വേണ്ടി പേജ് സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ.